ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് HSTക്ക് വേണ്ടി നോക്കാൻ പോകുന്നത് മോഡ്യൂൾ 8-ലെ 21वीं सदी का हिंदी साहित्य गद्य और पद्य അതിൽ 21वीं सदी का हिंदी കഥാസാഹിത്യമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഹിന്ദി കഥാസാഹിത്യത്തിൽ കഥാസാഹിത്യം എന്ന് പറയുമ്പോൾ നമുക്കറിയാം കഹാനി, ഉപന്യാസം വരും. ഇസ് കാൽമേ ലേഖിക, അതിലെ ലേഖികമാരെ നമുക്ക് ആദ്യം നോക്കാം. ലേഖിക ജैसे गीतांजलि, श्री मैत्री, पुष्पा, नमदा कालिया और कृष्णा सोबती ने अपनी प्रयोगात्मक लेखन से साहित्य को नया आया दिया है. അതിൽ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് गीतांजलि श्री हिंदी की जानी मानी कथाकार और उपन्यासकार है. उत्तर प्रदेश के मैनपुरी नगर में 12 जून 1957 को इनका जन्म हुआ. എവിടെയാണ് ഗീതാഞ്ജലി ശ്രീ ജനിച്ചത്? ഉത്തർപ്രദേശിലെ മൈൻപുരി നഗറിൽ ജൂൺ 12, 1957. गीतांजलि की प्रारंभिक शिक्षा उत्तर प्रदेश के विभिन्न शहरों में हुई. प्राइमरी एजुकेशन उत्तर प्रदेशिൽ തന്നെ ആയിരുന്നു. आगे चलकर उन्होंने दिल्ली के लेडी श्रीराम कॉलेज से स्नातक पूरा किया. എവിടെ നിന്നാണ് ഡിഗ്രി എടുത്തത്? ദില്ലിയിലെ ലേഡി ശ്രീരാം കോളേജിൽ നിന്ന് ഡിഗ്രി എടുത്തു. ജവഹർലാൽ നെഹ്റു വിശ്വവിദ്യാലയ സെ ഇതിഹാസ് മേ MA കിയെ. PG എടുത്തത്, MA എടുത്തത് ജവഹർലാൽ നെഹ്റു വിശ്വവിദ്യാലയത്തിൽ നിന്ന് ഹിസ്റ്ററിയിൽ. महाराज सयाजी राव विश्वविद्यालय वडोदरा में प्रेमचंद और उत्तर भारत के औपनिवेशिक शिक्षित वर्ग विषय पर शोध की. PhD ചെയ്തത് ഏത് സബ്ജക്റ്റിലാണ്? ഉത്തർ ഭാരത് കെ ഔപനിവേശിക് ശിക്ഷിത് വർഗ് എന്നുള്ള വിഷയത്തിൽ. പ്രേംചന്ദ് അവർ ഉത്തർ ഭാരത് കെ ഔപനിവേശിക് വിക്ഷിത് വർഗ് വിഷയ പർ ശോധിക്ക് PhD ചെയ്തു. മഹാരാജ് സയാജി റാവു വിശ്വവിദ്യാലയത്തിൽ വഡോദരയിലുള്ള. അതിനുശേഷം कुछ दिनों तक जामिया मिलिया इस्लामिया विश्वविद्यालय में अध्यापन के बाद കുറച്ച് നാൾ ജാമിയ മിലിയ ഇസ്ലാമിയ വിശ്വവിദ്യാലയത്തിൽ പഠിപ്പിച്ചതിന് ശേഷം सूरत के सेंटर फॉर सोशल स्टडीज़ में പോസ്റ്റ് ഡോക്ടറൽ റിസർച്ച് के लिए गई. പോസ്റ്റ് ഡോക്ടറൽ റിസർച്ച് എവിടെ നിന്നാണ് എടുത്തത്? സൂറത്തിലെ സെൻറ്റർ ഫോർ സോഷ്യൽ സ്റ്റഡീസ് അവിടെ നിന്നാണ് പോസ്റ്റ് ഡോക്ടറൽ റിസർച്ച് എടുത്തത്. വഹി രഹത്തെ ഹുയ ഉനോനെ കഹാനിയാം ലിഖിനി ശുരു ഹുകി. അവിടെ വെച്ചാണ് ആ പോസ്റ്റ് ഡോക്ടറൽ ഡിഗ്രി കരസ്ഥമാക്കാൻ റിസർച്ചിന് വേണ്ടി പോയ സൂറത്തിലെ സെൻറ്റർ ഫോർ സോഷ്യൽ സ്റ്റഡീസ് അവിടെ വെച്ചാണ് ഗീതാഞ്ജലി ശ്രീ കഹാനികൾ എഴുതി തുടങ്ങിയത്. ഉനക്ക് പഹലി കഹാനി ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യത്തെ കഹാനി ഗീതാഞ്ജലി ശ്രീയുടെ പഹലി കഹാനി എന്ന് പറയുന്നത് ബേൽപത്രാണ്. ഇയർ 1987. അപ്പോൾ 57 ജനിച്ചു, 87 ഫസ്റ്റ് കഹാനി ഇറങ്ങി, 30ാമത്തെ വയസ്സിൽ അല്ലേ. പ്രകാശിത് ഹുയി थी. इसके बाद उनकी 2 और ഏതിലാണ് പബ്ലിഷ് ചെയ്തത് എന്ന് പറയുന്നത്? ഹൻസിലാണ്. നമുക്കറിയാം ഇപ്പോൾ ഹൻസ് 85-86 കാലഘട്ടത്തിൽ ഹൻസ് പുനർപ്രകാശൻ ഉണ്ടായിരുന്നല്ലോ ഹൻസിൻ്റെ. ആ ഹൻസ് പത്രികയിലാണ് 1987 ബേൽപത്ര പഹലി കഹാനിയായ ഗീതാഞ്ജലീശ്വരിയുടെ പഹലി കഹാനിയായ ബേൽപത്ര പബ്ലിഷ് ചെയ്യുന്നത്. इसके बाद उनकी 2 और कहानियाँ एक के बाद एक हंस में छपी. पहली कहानी बेलपत्र, അതിനുശേഷം ഒന്നിന് പുറകെ ഒന്നായിട്ട് വേറെ 2 കഹാനികളും കൂടി ഇതിൽ ഹൻസിൽ പബ്ലിഷ് ചെയ്തു ഗീതാഞ്ജലി ശ്രീയുടെ. പഹലി കഹാനിയുടെ ഡേറ്റ് ഓർത്ത് വയ്ക്കുക. ബേൽപത്ര പബ്ലിഷ് ചെയ്ത ഡേറ്റ് 1987. നമുക്ക് ഓർത്ത് വയ്ക്കാൻ എളുപ്പമുണ്ട്. 57 ആണ് ഡേറ്റ് ഓഫ് ബർത്ത് ഗീതാഞ്ജലി ശ്രീയുടെ. 87 ഫസ്റ്റ് കഹാനി ബേൽപത്ര. അപ്പം 30ാമത്തെ വയസ്സിൽ. अब तक उनके 5 उपन्यास പ്രകാശിത് ഹോ ചുക്കേ ഹൈ. ഇപ്പോൾ വരെ അവരുടെ 5 ഉപന്യാസങ്ങളാണ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഏതൊക്കെയാണെന്ന് നോക്കി വയ്ക്കാം, ഇമ്പോർട്ടൻ്റ് ആണ്. 1993 മായി, 1998 ഹമാരാ ഷഹർ ഉസ് ബരസ്, 2001 തിരോഹിത്, 2006 ഖാലി ജഗർ, 2018 രേത്ത് സമാധി. അതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. അതിനാണ് 2022 ബുക്കർ പുരസ്കാർ ലഭിച്ചത്. അപ്പോൾ ഒന്നുകൂടെ പറയാം. 1993 മായി, 1998 ഹമാരാ ഷഹർ ഉസ് ബരസ്,
2001 തിരോഹിത്, 2006 കാലി ജഹ്, 2018 രേത്ത് സമാധി. 2018 രേത്ത് സമാധിക്ക് 2022 ബുക്കർ പുരസ്കാർ. 5 കഹാനി സംഗ്രഹ്, 5 കഹാനി സംഗ്രഹമുണ്ട്. അവർ പ്രതിനിധി കഹാനിയ പ്രകാശിത് ഹോ ചുകെ. 5 കഹാനി സംഗ്രഹം ഏതൊക്കെയാണെന്ന് നോക്കാം. 1995 അനുകൂജ്, 1999 വൈരാഗ്യം, 2008 മാർച്ച് മാം ഔർ സാക്കൂര, 2012 എഹാം ഹാത്തി രഹത്തേതി, 2018 പ്രതിനിധി കഹാനിയ. പ്രതിനിധി കഹാനിയ പുസ്തകമാണ്. പ്രതിനിധി കഹാനിയ എന്നുള്ള പേരിൽ ഒരുപാട് പേർക്ക് പുസ്തകങ്ങളുണ്ട്. നമ്മുടെ ഗീതാഞ്ജലി ശ്രീക്കും ഉണ്ട്. ഒന്നുകൂടെ പറയാം. 5 കഹാനി സംഗ്രഹ അവർ പ്രതിനിധി കഹാനിയ പ്രകാശിത് ഹോ ചുക്കി ഹെ. 5 കഹാനി സംഗ്രഹങ്ങളുടെ ഡേറ്റ് പറയാം. 1995 അനുകൂജ്, 1999 വൈരാഗി, 2008 മാർച്ച് മാം ഔർ സാക്കൂര, 2012 എഹാം ഹാത്തി രഹത്തേതെ, 2018 പ്രതിനിധി കഹാനിയ. അത് പുസ്തകമാണ്. माई उपन्यास का अंग्रेजी अनुवाद क्रॉसवर्ड अवार्ड के लिए नामित अंतिम 4 पुस्तकों में शामिल था. നമ്മുടെ മായി ഉപന്യാസിൽ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ക്രോസ്വേർഡ് അവാർഡിന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട അവസാനത്തെ 4 ബുക്കുകളിൽ വരെ എത്തി. അല്ലേ, ഒരു ബുക്ക് നാമനിർദ്ദേശം ചെയ്യുമ്പോഴത്തേക്കും അതിന് സ്ക്രീനിങ് വന്ന് ലാസ്റ്റ് ഒരു ബുക്കിനാണല്ലോ കിട്ടുന്നത്. അങ്ങനെ ലാസ്റ്റ് 4 ബുക്കുകളുടെ ഇതിൽ വരെ എത്തിപ്പെട്ട ഒരു ബുക്കാണ് മായിയുടെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ. काली जह का अनुवाद अंग्रेजी फ्रेंच और ജർമ്മൻ ഭാഷ में हो चुका था. മറ്റേ ബുക്കാണ്, വേറൊരു ബുക്കാണ് കാലി ജഹ്. ആ കാലി ജഹ് നമ്മൾ പറഞ്ഞ ഉപന്യാസമാണെന്ന് 2006 ഇറങ്ങിയ ആ കാലി ജഹിൻ്റെ അനുവാദ് ഏതിലൊക്കെ ഭാഷകളിൽ വന്നിട്ടുണ്ട്? അംഗ്രേസിയിലുണ്ട്, ഫ്രഞ്ചിലുണ്ട്, ജർമ്മനിലുണ്ട്. ഇത്രയും ഭാഷകളിൽ കാലി ജഹിൻ്റെ ട്രാൻസ്ലേഷൻ ഇറങ്ങിയിട്ടുണ്ട്. अपने लेखन में वैचारिक रूप से स्पष्ट और प्राउड अभिव्यक्ति के जरिए उन्होंने एक विशिष्ट स्थान बनाया है. इनका एक शोध ग्रंथ ഒരു റിസർച്ചിൻ്റെ ബുക്കാണ് ബിറ്റ്വീൻ 2 വേർഡ്സ് ആൻ ഇൻ്റലക്ച്വൽ ബയോഗ്രഫി ഓഫ് പ്രേംചന്ദ് പ്രകാശിത് ഹെ. നമ്മൾ പറഞ്ഞല്ലോ, അവർ റിസർച്ച് ചെയ്ത ടോപ്പിക് തന്നെ അതായിരുന്നല്ലോ. എന്തായിരുന്നു? പ്രേംചന്ദ് महाराज सयानी राव विश्वविद्यालय वडोदरा से प्रेमचंद और उत्तर भारत के ഔപനിവേശിക വിശിഷ്യത് വർഗ് വിഷയപ്പറാണ് അവർ PhD എടുത്തിരുന്നത്. അപ്പോൾ അതിൻ്റെ ബുക്കായിരിക്കും ആ ശോധ ഗ്രന്ഥം എന്ന് പറയുന്നത്. ബിറ്റ്വീൻ 2 വേർഡ്സ് ആൻ ഇൻ്റലക്ച്വൽ ബയോഗ്രഫി ഓഫ് പ്രേംചന്ദ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. 2022 टॉम्ब ऑफ द सैंड. टॉम्ब ऑफ द सैंड ആണ് രേത്ത് സമാധി. अंतर्राष्ट्रीय बुकर पुरस्कार के लिए चुना गया. इंटरनेशनल बुकर सम्मान സെലക്ട് ചെയ്യപ്പെടുന്ന പഹല ഹിന്ദി ഭാഷ का उपन्यास बन गया. 2022 ടോംബ് ഓഫ് സാൻഡ് എന്ന് പറയുന്നത് ഈ ഇൻ്റർനാഷണൽ ബുക്കർ പുരസ്കാറിന് തിരഞ്ഞെടുക്കപ്പെടുന്ന ആദ്യത്തെ ഹിന്ദി ഉപന്യാസമായിരുന്നു. അവർ ബാദുമേ പുരസ്കാർ ആദ്യത്തെ ഹിന്ദി ഉപന്യാസമാണ് ബുക്കർ പ്രൈസിന് തിരഞ്ഞെടുക്കുന്ന, അതിന് ബുക്ക സമ്മാനം ലഭിക്കുകയും ചെയ്തു. ദില്ലിക്ക് ഹിന്ദി അക്കാദമി ने उन्हें 2002-2001 के साहित्यकार सम्मान से अलंकृत किया है. ദില്ലിയിലെ ഹിന്ദി അക്കാദമി 2000-2001 സാഹിത്യകാർ സമ്മാൻ സെ अलंकृत किया. उन्हें कहानी संग्रह അനുകൂജ് के लिए UK കഥാ സമ്മാൻ സെ സമ്മാനിത് കിയ. അനുകൂജ് അവരുടെ കഹാനി സംഗ്രഹം എന്ന് പറഞ്ഞല്ലോ, 5 കഹാനി സംഗ്രഹങ്ങളിൽ 1995 ഇറങ്ങിയ അനുകൂജ്, അതിന് UK കഥാ സമ്മാനം ലഭിച്ചിട്ടുണ്ട്. इनको इंदु शर्मा कथा सम्मान, दुजदेव सम्मान के अलावा जापान फाउंडेशन, चार्ल्स वेल्स ट्रस्ट, भारत सरकार के संस्कृति मंत्रालय और नॉर्थ स्थित उच्च अध्ययन संस्थान की फेलोशिप मिली है. ഇത്രയും പുരസ്കാരങ്ങളൊക്കെ അവർക്ക് കിട്ടിയിട്ടുണ്ട്. സ്കോട്ട്ലൻഡ്, സ്വിറ്റ്സർലാൻഡ് അവർ ഫ്രാൻസ് കെ റോയിറ്റർ ഇൻ റെസിഡൻസി ഫി രഹി ഹെ. അപ്പം നമ്മൾ പ്രധാനമായിട്ട് നോക്കേണ്ടത് ഗീതാഞ്ജലി സ്ത്രീയിലെ പുസ്തകങ്ങളാണ്. 5 ഉപന്യാസങ്ങളും 5 കഹാനി സംഗ്രഹവുമുണ്ട്. കഥാസാഹിത്യമാണ് നമ്മൾ നോക്കുന്നത്. കഥാസാഹിത്യത്തിൽ നമ്മൾ ഇന്ന് നോക്കിയത് ഗീതാഞ്ജലി ശ്രീ.
ബുക്കുകളുടെ പേര് ഒന്നുകൂടെ പറയാം. മായി 1993 ഉപന്യാസങ്ങളാണ് പറയുന്നത്. 1993 മായി, 1998 ഹമാരാ ഷഹർ ഉസ് ബരസ്, 2001 തിരോഹിത്, 2006 കാലി ജഹ്, 2018 രേത്ത് സമാധി. 2018 രേത്ത് സമാധിക്ക് 2022 ബുക്കർ പുരസ്കാർ കിട്ടി. നമ്മൾ കഹാനി സംഗ്രഹം നോക്കുകയാണെങ്കിൽ 1995 അനുകൂജ്, 1999 വൈരാഗ്യ, 2008 മാർച്ച് മാം ഔർ സാക്കൂര, 2012 യഹാം ഹാത്തി രഹ്തേ ദേ, 2018 പ്രതിനിധി കഹാനിയാം. അത് പുസ്തകമാണ്. ഓക്കെ, താങ്ക് യു.